എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PYQ സീരീസിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ 4ാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി സെക്ഷനാണ്. അതിലെ ഓരോ ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുൻകാല ചോദ്യങ്ങളും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 056/2025. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ 51ാമത്തെ ചോദ്യമാണിത്. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമുണ്ടാകും? 3, 5, 7, 9 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് വേഗം പറയാം. അതിനുശേഷം നമുക്കിതെങ്ങനെ ഇക്വേഷൻ വഴിയായി എഴുതിയെടുക്കാം എന്നുള്ള കാര്യവും കൂടെ നമുക്ക് ചേർത്ത് പറയാം. നോക്കിക്കേ, ഇപ്പോൾ ഹെലന്റെ പ്രായം, ഹെലൻ എത്രയാണ്? 41 വയസ്സാണ്. മകൾക്ക് 9 വയസ്സും. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഓപ്ഷനില് 3 എന്നാണ് തന്നേക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ ഹെലന്റെ പ്രായം എത്രയായിരിക്കും? 41 3 44 ആയിരിക്കും. അപ്പോൾ ഇവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 3 വർഷം കഴിയുമ്പോൾ ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാവും. അപ്പൊ ഈ 44 എന്ന് പറയുന്നത് എന്തിന്റെയോ 3 ഇരട്ടിയാണ്. അത് ശരിയാണോ? അല്ല, 44 ഒരിക്കലും 3ന്റെ മൾട്ടിപ്പിൾ ആവില്ല. അതുകൊണ്ട് 3 എന്നുള്ള ഓപ്ഷൻ അവിടെ വരില്ല. ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ എടുക്കും, 5. നോക്കാം, ഹെലന് 41 വയസ്സെന്ന് പറയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ അത് എത്രയാവും? 46 ആവും. 46 എന്ന് പറയുന്നതും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. എന്തുകൊണ്ടാണ് 3ന്റെ മൾട്ടിപ്പിൾ എടുക്കുന്നത് മനസ്സിലായല്ലോ. ആ 5 വർഷം കഴിയുമ്പോൾ ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ട്. അതായത് ഹെലന്റെ മകളുടെ വയസ്സിന്റെ 3 ഇരട്ടി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ 5 വർഷം കഴിയുമ്പോൾ ഹെലന്റെ വയസ്സ് 46 ആണ്. 46 എന്ന് പറയുന്നതും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതുകൊണ്ട് 5ഉം ഉത്തരമായിട്ട് വരില്ല. ഇനി ഇപ്പൊ ഓപ്ഷൻ സിയില് 7 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ 41 വയസ്സുള്ള ഹെലൻ 7 വർഷം കഴിയുമ്പോൾ 48 വയസ്സാവും. 48 എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതായത് 16 × 3 ആണ് 48 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ 7 വർഷം കഴിയുമ്പോൾ മോളുടെ വയസ്സ് 16 ആയിരിക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മകൾക്ക് ഇപ്പൊ 9 ആണ്. അപ്പൊ 7 വർഷം കഴിയുമ്പോൾ മകളുടെ വയസ്സ് എത്രയായിരിക്കും? 16 ആയിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 7 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 7 വർഷം കഴിയുമ്പോൾ ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാവും. വേണമെങ്കിൽ 9 കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 9 എന്ന് പറയുമ്പോൾ 41 വയസ്സുള്ള ഹെലൻ 9 വർഷം കഴിയുമ്പോൾ 50 വയസ്സ് പ്രായവും 50 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഇനി ഇത് ചെയ്യേണ്ട രീതി ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പൊ ഈ ചോദ്യം നമുക്ക് ഇനി ഇക്വേഷൻ വഴി എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ചോദ്യം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകും? അപ്പൊ ഇങ്ങനെ വരുന്ന കേസില് ഈ ഏജിന്റെ പ്രോബ്ലം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 പേരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞാലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ എ എന്ന കുട്ടിക്ക് ഇപ്പോ 5 വയസ്സ് പ്രായമുണ്ട്. ബി എന്ന കുട്ടിക്ക് ഇപ്പൊ 11 വയസ്സ് പ്രായമുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ എത്രയായി? 6 വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് ഇവര് തമ്മിലല്ലേ. അടുത്ത വർഷമായി, 1 വർഷം കഴിഞ്ഞു. അപ്പൊ എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായി? 5 എന്നുള്ളത് 6 ആയി. ബിയുടെ വയസ്സ് എത്രയായി? 11 എന്നുള്ളത് 12 ആയി. ഇപ്പോഴും ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 ആണല്ലേ. അതായത് എത്ര വർഷം കഴിഞ്ഞാലും 2 പേർ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം സ്ഥിരമായിരിക്കും. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് ഒന്ന് വരാം. ഇപ്പോൾ ഹെലന് 41 വയസ്സ്. അപ്പൊ ഹെലന്റെ വയസ്സ് എന്ന് പറയുന്നത് 41. മകളുടെ പ്രായം എത്രയാണ്? മകൾക്ക് 9 വയസ്സുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? ഹെലനും ഡോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 41 - 9 32 ആയിരിക്കും. അത് എത്ര വർഷം കഴിഞ്ഞാലും ഇവര് തമ്മിലുള്ള വ്യത്യാസം 32 വയസ്സ് തന്നെയായിരിക്കും. ഇനി
എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്രയോ വർഷം കഴിയുമ്പോൾ ഈ ഹെലന്റെ പ്രായം എന്ന് പറയുന്നത് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടി ആയിരിക്കും. അപ്പൊ അത് 3D ആയിരിക്കും. മകൾക്ക് D വയസ്സാണ് എങ്കിൽ ഹെലൻ ആ സമയത്ത് 3D ആയിരിക്കും. അപ്പോൾ അവരുടെ ആ സമയത്തെ വ്യത്യാസവും എന്തായിരിക്കും? 32 തന്നെയായിരിക്കും. അതായത് 3D മൈനസ് D എന്ന് പറയുന്നത് 32 ആയിരിക്കും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 2D is equal to 32 എന്ന് കിട്ടും. അപ്പോൾ D എന്ന് പറഞ്ഞാല് 16 എന്ന് കിട്ടും. അതായത് മകൾക്ക് 16 വയസ്സാകുന്ന സമയത്ത് ഹെലന് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടി പ്രായം ഉണ്ടാവും. നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പൊ ഈ 16 എന്ന് പറയുന്നത് എത്ര വർഷം കഴിയുമ്പോഴാണ് 16 ആവണേന്ന് നമുക്ക് നോക്കണം. ഇപ്പോഴത്തെ മകളുടെ വയസ്സ് 9 ആണ്. ഇത് എത്ര വർഷം കഴിയുമ്പോഴാണ് 16 ആവുന്നത്? 7 വർഷം കഴിയുമ്പോൾ. ഈ 7 വർഷം കഴിയുമ്പോൾ മകൾക്ക് 16 ആവും. ആ സമയത്ത് ഹെലന് 3 ഇരട്ടി പ്രായം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് 7 ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള മാർഗം. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി 7 വരും. ഇനി നമുക്ക് ഈ വയസ്സുമായിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. അനുവിന്റെയും രാജുവിന്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ 4:5 എന്ന അനുപാതത്തിലാണ്. 8 കൊല്ലത്തിനു ശേഷം അവരുടെ വയസ്സുകളുടെ അംശബന്ധം 5:6 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ എത്ര? ഇത് റേഷ്യോയിലാണ് ഇവിടെ വയസ്സുകൾ തന്നേക്കുന്നത്, അവരുടെ റേഷ്യോ. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചോദ്യം നമുക്ക് ഈസിലി ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എന്താണെന്ന് ഞാൻ ആദ്യം ഇതൊന്ന് പറയാം. നമുക്ക് ഈ തന്നേക്കുന്ന റേഷ്യോ അതേ ഓർഡറിൽ നമ്മൾ എടുത്തെഴുതാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നേക്കുന്നത് എന്താ? അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ റേഷ്യോയാണ് തന്നേക്കുന്നത്. അപ്പോൾ അനുവിന്റെയും രാജുവിന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 എന്ന റേഷ്യോയിലാണ്. ഇനി 8 കൊല്ലത്തിനു ശേഷം അവരുടെ വയസ്സുകളുടെ അംശബന്ധം എന്താവുകയാണ്? 5:6 എന്ന അംശബന്ധത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ വ്യത്യാസം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള കാര്യം നമ്മൾ സൈഡിൽ എഴുതിയിട്ടു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വ്യത്യാസം വന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ എത്രയാന്നാ ചോദിച്ചേക്കുന്നത്. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സും കണ്ടുപിടിക്കണം, രാജുവിന്റെ ഇപ്പോഴത്തെ വയസ്സും കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രാക്ഷൻ ഫോം ചെയ്യും. ഇവരുടെ ആരുടെ വയസ്സാണോ കണ്ടുപിടിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രാക്ഷൻ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ്. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന ന്യൂമറേറ്ററിൽ 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് കേട്ടോ ഉണ്ടാവുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇതില് അനുവിന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അനുവിന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ അനുവിന്റെ ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ റേഷ്യോയിൽ നിന്നും അനുവിന്റെ ഭാഗം നമ്മളിന്ന് സെലക്ട് ചെയ്യും. അത് 4 ആണ്. ഇനി 4 ഇൻറ്റു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2 റേഷ്യോ ഇവിടെ പറയുന്നുണ്ട്. അതിൽ നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാത്ത റേഷ്യോ, അതായത് ഈ റേഷ്യോ, ഇതിന്റെ വ്യത്യാസം, ഈ 2 നമ്പറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുക്കും. അത് എത്രയാ വന്നിരിക്കുന്നത്? 5 - 6, അതാണ് -1. അത് നമുക്ക് വയസ്സിന്റെ കേസിൽ നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കും. അത് എത്രയാണ്? ഇൻറ്റു 1 ഇൻറ്റു ഇവരുടെ തമ്മിലുള്ള ഈ വ്യത്യാസം, അതായത് വർഷങ്ങളുടെ വ്യത്യാസം മൂന്നാമത്തെ ഫാക്ടറായിട്ട് നമ്മൾ എടുക്കും. ഇൻറ്റു 8. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ നമുക്ക് അനുവിന്റെ വയസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ റേഷ്യോയിൽ അനുവിന്റെ ഭാഗം നമ്മൾ ആദ്യം എഴുതും. എന്നിട്ട് അത് ഇൻറ്റു ഈ റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന നമ്പർ ഉൾക്കൊള്ളാത്ത റേഷ്യോ എടുക്കും. അതിലെ 2 നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എടുക്കും. ഇൻറ്റു എത്ര വർഷത്തെ വ്യത്യാസമാണ് തന്നേക്കുന്നത് എന്നുള്ള കാര്യം എടുക്കും. ആ 3നെ നമ്മൾ ഇങ്ങനെ നിരത്തി പിടിച്ച് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. ഇനി ഡിവൈഡഡ് വിത്ത് ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാല് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ 4 × 6ഉം 5 × 5ഉം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കണം. അപ്പൊ എത്ര വരും? 5 25 4 24. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 25 - 24 1. മൈനസ് എടുക്കേണ്ട കാര്യമില്ല, ആ വാല്യൂ മാത്രം മതി. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 4 × 8 32. 32/1 എന്ന് പറഞ്ഞാൽ 32 എന്ന് നമുക്ക് അനുവിന്റെ വയസ്സ് കിട്ടും.
ഇതൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു താമസമാണ് വരുള്ളൂ. അല്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു 2-3 പ്രാവശ്യം ഈ ചോദ്യം നിങ്ങളൊന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ ആ മെത്തേഡ് ഒന്നോടെ പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അനുവിന്റെ വയസ്സാണ്. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ റേഷ്യോയിൽ നിന്നും അനുവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പർ സെലക്ട് ചെയ്തു. അത് നമ്മൾ ന്യൂമറേറ്ററിൽ ആദ്യത്തെ ഫാക്ടർ ആയിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ഫാക്ടർ ആയിട്ട് എഴുതേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന നമ്പർ ഇല്ലാത്ത റേഷ്യോയിലെ അപ്പൊ അതായത് ഇതിന്റെ ആ രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. അത് എന്ന് പറയുന്നത് ഇൻറ്റു 1 കൊടുത്തു, ഇൻറ്റു ഒരെണ്ണോടെ വരും. അതെന്താ, ഇവര് തമ്മിൽ ഈ രണ്ട് റേഷ്യോസും തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അത് 8 ആണ്, ഇൻറ്റു 8. ദ ഹോൾ ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ അത് 1 വന്നു. അപ്പൊ എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അനുവിന്റെ വയസ്സ് കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് ഇതുപോലെ തന്നെ രാജുവിന്റെ വയസ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോഴേക്കും ഞാൻ ഈ റേഷ്യോ ഇവിടെ ഒന്നോടെയും എടുത്തെഴുതാം. അനുവിന്റെയും രാജുവിന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:5ഉം 8 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണ്. അപ്പം ആ വ്യത്യാസം നമ്മളിവിടെ എഴുതി 8. ഇനി ഇതിപ്പോ രണ്ടും ചോദിച്ചേക്കുന്നതുകൊണ്ട് നമ്മളിവിടെ രണ്ടും ചെയ്യുന്നു. ഇപ്പൊ രാജുവിന്റെ മാത്രമാണ് ചോദിച്ചേക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം എങ്ങനെയാന്നുള്ള കാര്യം. എന്താ, ഇനി നമ്മൾ രാജുവിന്റെ വയസ്സാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. രാജുവിന്റെ ഏതാണ് ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു റേഷ്യോയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ രാജുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് ചോദിച്ചേക്കുന്നത് കൊണ്ട് രാജുവിന്റെ ഇപ്പോഴത്തെ വയസ്സില്, അതായത് ആ 5 നമ്മളിങ്ങ് എടുക്കും. ഇപ്പോഴത്തെ വയസ്സ് പറഞ്ഞിരിക്കുന്ന റേഷ്യോയില് രാജുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗം നമ്മൾ എടുത്തു. 5 ഇൻറ്റു നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ ഇൻക്ലൂഡ് ചെയ്യാത്ത റേഷ്യോയിലെ രണ്ട് നമ്പറുകളും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഈ 5ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം കൊടുത്തു 1. ഇനി മൂന്നാമത് എന്ത് തന്നെ, ഇവർ തമ്മിലുള്ള ഈ രണ്ട് റേഷ്യോസും എത്ര വർഷത്തിന്റെ വ്യത്യാസമാണെന്ന് നോക്കും. അത് 8 ആണ്. അപ്പോൾ ഇവിടെ 8 കൊടുത്തു. ഡിവൈഡഡ് വിത്ത് ഇവരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് 4 6 24 5 25. അപ്പൊ 25 - 24 1 എന്ന് വരും. അപ്പൊ ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 40/1. അപ്പൊ അത് രാജുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 40 എന്ന് കിട്ടും. അപ്പൊ അനുവിന്റെ വയസ്സ് 32ഉം രാജുവിന്റെ വയസ്സ് 40 എന്നും കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഇത് ഏജുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ റേഷ്യോ വരുന്ന എല്ലാ കേസുകളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് 8 കൊല്ലത്തിന് ശേഷം എന്ന് പറഞ്ഞാലും 8 കൊല്ലത്തിന് മുൻപ് എന്ന് പറഞ്ഞാലും അത് നമ്മൾ എഴുതുന്ന പൊസിഷനും അവരുടെ ചോദ്യവുമായിട്ട് നിൽക്കുന്നു മാറിപ്പോകാതെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മളോട് ഇപ്പോഴത്തെ വയസ്സ് ചോദിച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ഇപ്പോഴത്തെ വയസ്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് ആ നമ്പർ ഇൻക്ലൂഡ് ചെയ്യാത്ത റേഷ്യോയുടെ ഡിഫറൻസ് എടുത്തു. അത് ഇൻറ്റു ആ വർഷത്തിന്റെ വ്യത്യാസം ഡിവൈഡഡ് വിത്ത് അവരുടെ ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റിന്റെ ഡിഫറൻസ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ വയസ്സ് കിട്ടും. ഇതൊന്നും നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 2-3 പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ തനിയെ നിങ്ങൾക്ക് സ്പീഡ് വരും. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പല റേഷ്യോസും മാറ്റിയിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സ്പീഡ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5% ആയിരുന്നു. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? 48, 56, 46, 54. ഇത് ഡിഗ്രി പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. വിജയ ശതമാനം തന്നിട്ടുണ്ട്. വിജയ ശതമാനം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 87.5% വിജയ ശതമാനം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇതിൽ മുഴുവൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 100%-നോടാണ് നമ്മൾ എപ്പോഴും ആ ഫുള്ളിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിജയ ശതമാനം ഈ 100-ല് 87.5 പേരാണ് വിജയിച്ചേക്കുന്നത്. അതായത് വിജയ ശതമാനം 87.5 ആണ് എങ്കിൽ പരാജയ ശതമാനം എത്രയായിരിക്കും? 100 - 87.5 ആയിരിക്കുമല്ലോ. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? 12.5% എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി നമുക്കൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ, അതായത് പരാജയപ്പെട്ടവരുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ടാകുന്നത് ഈ 12.5% അതാണ് നമ്മുടെ പരാജയ ശതമാനം. അത് എന്ന് പറയുന്നത് എന്തിന് കറസ്പോണ്ടിങ് ആണ്? 7 പേരാണ്. പരാജയ ശതമാനം 12.5% അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് 7 ആണ്. അത് 7 പേരാണ് പരാജയപ്പെട്ടേക്കുന്നത്. അപ്പൊ 12.5% ഈസ് കറസ്പോണ്ടിങ് ടു 7. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ മുഴുവൻ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 100% ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത്.
അപ്പൊ നമുക്ക് ഇതാണ് ഈ 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫോമിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ റെഡ്യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിനെ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ഈ ഒറ്റയ്ക്ക് കിടക്കുന്നത് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും, 100 × 7 ഡിവൈഡഡ് ബൈ 12.5. നമുക്ക് ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലും താഴെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പൊ ഇതെങ്ങനെ വരും, 100 × 7 × 10 ഡിവൈഡഡ് ബൈ 125. നമുക്ക് ഇതിനെ കട്ട് ഷോട്ട് ചെയ്യാം. 25 5 125, 25 4 100, 5 5 10, 4 7 28 2 56 കുട്ടികളാണ് ആകെ പരീക്ഷ എഴുതിയത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അതെപ്പോഴും നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും നമ്മൾ ഫുൾ എന്ന് പറയുമ്പോൾ അതിന് 100%നോട് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ചോദ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരിക, എന്നിട്ട് ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഉത്തരത്തിലേക്ക് എളുപ്പം എത്താൻ പറ്റും. ഈ ചോദ്യം അതുപോലെ തന്നെ മുൻകാലത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്കൊന്ന് നോക്കാം. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികൾ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ആകെ കുട്ടികൾ എപ്പോഴും 100% ആയിരിക്കുമല്ലോ. അപ്പൊ ഈ 100% കുട്ടികളില് ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. 60% എത്രയാണ്, ബോയ്സ് ആണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 60% ബോയ്സ് ആണ് എങ്കിൽ ഗേൾസ് എത്ര ശതമാനമായിരിക്കും, 100 - 60 ചെയ്താൽ പോരെ, 40% ആയിരിക്കും ഗേൾസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, പെൺകുട്ടികളുടെ ആകെ എണ്ണം തന്നിട്ടുണ്ട്, അത് എത്രയാണ്, 500 ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം, 40% എന്ന് പറയുന്നത് 500 ആണ്. അങ്ങനെയായാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്, ആൺകുട്ടികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര പെർസെന്റ് നമ്മൾ തന്നേക്കുന്നത്, 60%. അപ്പൊ നമ്മളോട് ഈ 60% എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 40% 500 ആണെങ്കിൽ 60% എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യണം, എന്നിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 60 × 500 ഡിവൈഡഡ് വിത്ത് 40. നമുക്ക് നോക്കാം, 0 0 ക്യാൻസൽ ചെയ്യാം, 2 4 3 6 250. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 750 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്, 750 ആൺകുട്ടികളുണ്ട്. ഇത് പെർസെന്റേജുമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, റിലേറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതും ശതമാനത്തിൽ നിന്ന് തന്നെയുള്ള വേറൊരു ടൈപ്പ് ചോദ്യം, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് ഡിഗ്രി ലെവലിന് മറ്റോ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കാം. ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ വില എന്തായിരിക്കും? ഈ ശതമാനത്തിന്റെ ഒരു പ്രത്യേക ടൈപ്പാണ് ഇത്. അതായത് ഓരോ വർഷം കഴിയുന്നതോറും ഇത്ര പെർസെന്റേജ് കുറയുന്നു, അല്ലെങ്കിൽ ഇത്ര പെർസെന്റ് കൂടുന്നു, അല്ലെങ്കിൽ ഒരു വർഷം കുറയും, ഒരു വർഷം കൂടും, അങ്ങനെയൊക്കെ പറയുന്ന ചോദ്യങ്ങൾ എന്ത് വന്നാലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിന്റെ ഇപ്പോഴത്തെ വില നമ്മൾ എടുക്കും. അതിനോടൊരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ, ഇതിൽ എത്ര തവണ, എത്ര വർഷത്തിന്റെ കാര്യം പറയുന്നുണ്ടോ അത്രയും തവണ നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ലാസ്റ്റ് അത് നമുക്ക് വിൽക്കുന്ന വിലയോ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ 2 കൊല്ലം കഴിയുമ്പോഴുള്ള വിലയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2 തവണ നമ്മൾ ആ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, ആ ഫ്രാക്ഷൻ ഫോം ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, ഇപ്പോ അത് ഞാനിവിടെ പറയാം. സപ്പോസ് നമുക്ക് ഒരു 100നോട് എപ്പോഴും നമ്മുടെ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ 5% വീതം കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 5% വീതം കുറയ്ക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ ന്യൂമറേറ്റർ 100ൽ നിന്നും 5 കുറച്ചിട്ട് 95 ആയിരിക്കും. ഇനി TVയുടെ വില വർഷം തോറും 6% വീതം കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻ ഫോം ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 100 കൊടുക്കും, ന്യൂമറേറ്റർ 100 - 6, അതായത് 94/100 എന്നായിരിക്കും നമ്മുടെ ഫ്രാക്ഷൻ അപ്പോൾ ഫോം ചെയ്യുന്നത്. ഇനി TVയുടെ വില വർഷം തോറും 8% വീതം കൂട്ടുന്നു എന്നാണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എങ്ങനെ മാറും? 100 + 8, 108 ആയിട്ട് നമ്മുടെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ മാറും. ഡിനോമിനേറ്റർ എപ്പോഴും 100 തന്നെയായിരിക്കും. ഈ ഫ്രാക്ഷൻ നമ്മൾ എത്ര തവണ ചെയ്യണം, എത്ര വർഷത്തിന്റെ കാര്യം പറയുമ്പോൾ അത്രയും തവണ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ TVയുടെ ഇപ്പോഴത്തെ വില എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്?
8,000 രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8,000 രൂപയുടെ വിലയുള്ള TV 2 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 കൊല്ലവും 5% വീതമാണ് കുറയുന്നത്. അപ്പൊ ഫ്രാക്ഷന് മാറ്റമില്ല, സെയിം ഫ്രാക്ഷൻ തന്നെ നമുക്ക് 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ 100 കൊടുക്കും, ന്യൂമറേറ്ററിൽ 5% വീതം കുറയുന്നത് കൊണ്ട് ഇവിടെ 95. അപ്പൊ ആദ്യത്തെ വർഷത്തെ 2 കൊല്ലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ആ രണ്ടാമത്തെ കൊല്ലവും 5% വീതമാണ് കുറയുന്നത്. അപ്പൊ ഇവിടെയും അടുത്ത ഫ്രാക്ഷനിലും 95/100 എന്ന് തന്നെ വരും. ഇനി നമുക്ക് ഇതിനെ വെട്ടി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. നമുക്ക് 0 0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഉത്തരം എത്ര വരും? 7,220 രൂപ എന്ന് കിട്ടും. അപ്പം 8,000 രൂപയുള്ള വിലയുള്ള TV 5% വീതം കുറയ്ക്കുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ 7,220 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലെ. അപ്പോൾ TVയുടെ വില എന്ന് പറയുന്നത് 7,220 രൂപയായിരിക്കും. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് കുറയുകയാണ് കൂടുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വിലയോട് ആ മാറ്റം വന്നേക്കുന്ന പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഫ്രാക്ഷനും കൊണ്ട് ഇപ്പോഴത്തെ വിലയെ എത്ര വർഷത്തേക്കാണോ അത്രയും തവണ ഗുണിച്ചു കഴിയുമ്പോൾ ഫൈനൽ അത് വിൽക്കുന്ന വിലയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ശതമാനത്തിൽ നിന്നുള്ള നോക്കാം. ഒരു സാധനത്തിന്റെ വില 80 രൂപ, ഇതിന്റെ വില 25% കൂടി. അതിനുശേഷം കൂടിയ വില 25% കുറഞ്ഞു എങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ വില എന്തെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2 തവണ പെർസെൻറ്റേജിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ നോക്കാം. ഒരു സാധനത്തിന്റെ വില 80 രൂപ. അപ്പൊ ആദ്യം നമ്മൾ 80 ഇവിടെ എടുത്തെഴുതി. 80 രൂപ വിലയുള്ള സാധനത്തിന്റെ വില ആദ്യം 25% കൂടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്രാക്ഷൻ നമ്മൾ ഫോം ചെയ്യും. 25% കൂടുക എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും, ന്യൂമറേറ്റർ 25% കൂടിയത് കൊണ്ട് 125 ആവും. ഇനി അതിനുശേഷം കൂടിയ വില 25% കുറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ഫ്രാക്ഷനും കൂടെ അവിടെ കൊടുക്കണം. അവിടെയും ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 100 തന്നെയായിരിക്കും. കൂടിയ വില 25% കുറഞ്ഞു. അപ്പൊ വീണ്ടും നമ്മൾ 100ൽ നിന്നുമാണ് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പൊ 25% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 100 - 25 75 വരും. ഇനി വേറെ പെർസെന്റ് ഒന്നും പറയുന്നില്ല, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില കിട്ടും. നമുക്ക് വെട്ടി കുറയ്ക്കാം. 0 0 അപ്പൊ നമുക്ക് ഉത്തരം 75 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര തവണ പെർസെൻറ്റേജിന്റെ കാര്യം പറയുന്നുണ്ടോ അത്രയും തവണ നമ്മൾ ആ ഫ്രാക്ഷൻ ബേസ് വിലയോട്, ഇപ്പോഴത്തെ വിലയോട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് അത് നമുക്ക് വിൽക്കുന്ന വില കിട്ടും. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ഈ ചോദ്യം എന്ന് പറയുന്നത് ഓർ ആൻഡ് ടൈപ്പ്, ടൈം ആൻഡ് വർക്കിലെ തന്നെ ഒരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ അതിവിടെ പറയാം. അപ്പൊ ഈ ചോദ്യം നോക്കാം. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അപ്പൊ പുരുഷന്മാരുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, മെന്നിന്റെ കാര്യം പറയുന്നുണ്ട്, വുമണിന്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ എത്ര ദിവസം കൊണ്ട് അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നുള്ള കാര്യം പറയുന്നുണ്ട്. വീണ്ടും 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഈ 3 കോളം നമ്മളിവിടെ എഴുതാൻ പോവുകയാണ്. അതിന്റെ ഹെഡിങ് നമ്മൾ കൊടുത്തു. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇതിന് ഓരോന്നിനും താഴെ നമുക്ക് എഴുതി കൊടുക്കാം. ആദ്യം 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന സംഘത്തിന് പ്രത്യേക ജോലി 78 ദിവസം. അപ്പൊ പുരുഷന്മാരുടെ എണ്ണത്തിന്റെ താഴെ ഈ എമ്മിന്റെ താഴെ പുരുഷന്മാരുടെ എണ്ണം എഴുതാം. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ, വുമൺ 12, ഒരു സംഘത്തിന് പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട്, അപ്പൊ ഡേയ്സിന്റെ താഴെ 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. എങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും, നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ എഴുതാൻ. അപ്പൊ 5 പുരുഷന്മാരും എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ മെന്നിന്റെ കോളത്തിന്റെ താഴെ 5 എഴുതും, 12 സ്ത്രീകളും വുമണിന്റെ താഴെ 12 എഴുതും. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുമെന്നാ ചോദിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഇങ്ങനെയാണ് ചോദ്യം വരുള്ളൂ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ആദ്യം ഒരു ഫ്രാക്ഷൻ നമ്മളിവിടെ ഫോം ചെയ്യും. ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ മോളിൽ കിടക്കുന്ന ഈ 3 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ. അതായത് 5 × 12 × 78. ഇനി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇവയെ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 5 × 12 പ്ലസ് 5 × 12 എന്ന് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസിലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിലെ മോളിൽ കിടക്കുന്ന 3 ടേമിനെ നമ്മൾ നിരത്തി പിടിച്ച് നമ്മൾ ന്യൂമറേറ്റർ ആക്കി എഴുതും. ഡിനോമിനേറ്ററിൽ ഇവയെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്തിട്ട് ആ നമ്പർ അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടും കൊടുക്കും. അപ്പൊ ഇതിനൊന്ന് നമുക്ക് മാറ്റി എഴുതാം. 5 × 12 × 78 ഡിവൈഡഡ് ബൈ 12 × 5 എന്ന് പറഞ്ഞാൽ 60. 60 + 60 120 എന്ന് വരും. നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യാം. 10 1 5 5 2 10 1 2 2 1 6 39 ആണ് നമുക്കിവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ഇത് ഓർ ആൻഡ് ടൈപ്പ് ആണ്. 5 പുരുഷന്മാരോ ഓർ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് 78 ദിവസം കൊണ്ട്, അതാണ് അവിടെ ഓർ വന്നു. ഇനി അങ്ങനെ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് 5 men and 12 women and അവിടെ ആൻഡ് വന്നു. ഇതാണ് ഓർ ആൻഡ് ടൈപ്പ്. ഈ ഓർ ആൻഡ് ടൈപ്പിൽ വരുന്ന ഏത് ചോദ്യം ചെയ്യാനും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അവരുടെ നമ്മൾ 3 കോളം ഫോം ചെയ്തു. ആ കോളത്തിലെല്ലാം അവരുടെ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു ഫ്രാക്ഷൻ ഫോം ചെയ്തു. ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ആ മോളിൽ കിടക്കുന്ന 3 നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്ററിൽ ഇവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടും കൊണ്ട് അതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്റർ. എന്നിട്ട് അതിനെ കട്ട് ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമുക്ക് നോക്കാം. ഒരു ജോലി 8 പുരുഷന്മാരോ 12 സ്ത്രീകളോ 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസത്തിനുള്ളിൽ അതേ ജോലി പൂർത്തിയാകും? ആ ചോദ്യം അങ്ങനെ തന്നെ ഞാൻ കോപ്പി ചെയ്തെടുത്തേക്കുന്നതാണ്. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക്, എന്തോ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. വേറെ ഒന്നുമില്ല, നമുക്ക് നമ്പേഴ്സ് എടുത്ത് എഴുതിയാൽ മതി. ഒരു ജോലി 8 പുരുഷന്മാരോ 12 സ്ത്രീകളോ 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ 10 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? അതാണ് ഇവിടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ദിവസവും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അതെല്ലാം എഴുതാം. പുരുഷന്മാര്, മെൻ ഉണ്ട്, വുമൺ ഉണ്ട്, ഡേ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കേസിൽ എത്ര പുരുഷന്മാരാണ്? 8 പുരുഷന്മാരോ 12 സ്ത്രീകളോ 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ജോലി 10 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസത്തിനുള്ളിൽ തീർക്കുമെന്നാ ചോദിച്ചേക്കുന്നത്. 10 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസത്തിനുള്ളിൽ തീർക്കും? ഇങ്ങനെ വരുന്ന കേസിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ഫ്രാക്ഷൻ ഫോം ചെയ്യും. ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ 3 എണ്ണത്തിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ 8 × 12 × 25 എന്ന് വരും. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്യും. അപ്പോൾ 8 × 5 പ്ലസ് 12 × 10 എന്ന് വരും. അപ്പൊ ഇതെന്തായി? 8 × 12 × 25 ഡിവൈഡഡ് വിത്ത് 8 5 40 പ്ലസ് 12 × 10 120 120 40 160 എന്ന് വരും. ഇനി നമുക്ക് ഇതിനൊന്ന് വെട്ടി കുറയ്ക്കാം. 1 8 8 16 20 4 5 20 5 25 1 4 4 3 4 12 3 × 5 15 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അവർക്ക് 10 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും കൂടി ആ സെയിം ജോലി 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് പല തവണ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ആയിക്കോളും, തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്ന ഈ ചോദ്യം എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കിൽ തന്നെ ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരിത്തിരി ഹയർ ലെവലിലേക്കുള്ള ഒരു ചോദ്യമാണ്. ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ഈ ശനിയാഴ്ച വരാൻ പോകുന്ന എക്സാമിന് ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു ചോദ്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ചോദ്യം ഇങ്ങനെയാണ്: 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇത് ആൻഡ് ടൈപ്പ് ചോദ്യമാണ്.
അതായത് 2 സ്ത്രീകളും 5 പുരുഷന്മാരും കൂടി ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി, 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന്, രണ്ട് പേരും കൂടെ ചേർന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആൻഡ് ടൈപ്പ് ചോദ്യം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇക്വേഷന്റെ ഫോമിലേക്ക് ഒന്നും എഴുതാം. തന്നേക്കുന്ന എന്താ, 2 സ്ത്രീകളും 2 വുമണും 5 പുരുഷന്മാരും ചേർന്ന് പ്ലസ് 5 മെൻ 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി. 3 സ്ത്രീകളും 3 വുമണും 6 പുരുഷന്മാരും 6 മെന്നും ചേർന്ന് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എങ്കിൽ ഒരു പുരുഷൻ 1 മെൻ അതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് ഒരു 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മൾ 1 മെന്നിന്റെയും 1 വുമണിന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കും. അതായത് ഒരു മെന്നും ഒരു വുമണും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കും. സെക്കൻഡ് സ്റ്റെപ്പില് നമ്മൾ ടോട്ടൽ വർക്ക് എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പില് നമുക്ക് അവർക്ക് വേണ്ട ടൈം, നമ്മളോട് ചോദിച്ച ടൈം എത്രയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഒരു മെന്നും ഒരു വുമണും ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നുള്ള കാര്യം കണ്ടുപിടിക്കും. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കിക്കോ. നമുക്ക് 2 എക്സ്പ്രഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 2 എക്സ്പ്രഷനിൽ നിന്നും നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. ആ ഇക്വേഷന്റെ LHS എന്ന് പറയുന്നത് ഈ ടേമിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷന്റെ LHS. ഇക്വേഷന്റെ RHS എന്ന് പറയുന്നത് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതിന്റെ RHS എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതെങ്ങനെ നമ്മൾ എഴുതുന്നു നോക്കിക്കോ. 2W plus 5M into 4 which is equal to 3W plus 6M into 3. ഇതെന്താണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് അവർക്ക് വേണ്ട ടൈമാണ്. ഇത് ടൈം ആണല്ലോ. ഇത് എന്ന് പറയുന്നത് 2 വുമണിന്റെയും 5 മെൻസിന്റെയും എഫിഷ്യൻസി. ഇത് എഫിഷ്യൻസി. അപ്പൊ ഈ എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് വർക്ക് എന്ന് പറയുന്നത്. ഈ വർക്ക് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ എഫിഷ്യൻസി ഇൻറ്റു ഇവരുടെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന വർക്ക് കിട്ടും. അതുപോലെ ഇവരുടെ എഫിഷ്യൻസി ഇൻറ്റു ഇവരുടെ ടൈം ചെയ്താൽ ഇവരുടെ വർക്കും കിട്ടും. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് സെയിം വർക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതിനെ ഇക്വേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് W M തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പോകണം. അതായത് ഒരു മെന്നും ഒരു വുമണും ചെയ്യുന്ന വർക്ക്, അവരുടെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഇത് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് 4നെ ഉള്ളിലേക്ക് മൾട്ടി കൊടുക്കാം. 8W plus 20M is equal to 9W plus 80M. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എമ്മിന്റെ എല്ലാം ഒരു സൈഡിലേക്ക് ഉണ്ടാകും, വുമണിനെ അപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ടാകും. അപ്പൊ 20M minus 80, 18M എന്ന് പറയുമ്പോൾ 2M എന്ന് വരും. 2M is equal to 8 ഇവിടെ വരുമ്പോൾ 9 minus 8 1W എന്ന് വരും. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ M/W is equal to 1/2 എന്ന് കിട്ടും. റേഷ്യോയിലേക്ക് മാറ്റിയാൽ M/W എന്ന് പറയുന്നത് 1/2 എന്ന് പറയും. അതായത് മെന്നിന്റെ എഫിഷ്യൻസി 1ഉം വുമണിന്റെ എഫിഷ്യൻസി 2 എന്ന് കിട്ടും. അതായത് ഒരു മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1 മെൻ ഒരു ദിവസം 1 വർക്കാണ് ചെയ്യുന്നത്. എന്നാൽ 1 വുമൺ ഒരു ദിവസം 2 വർക്കാണ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചു 1Mഉം 1Wയും കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതാ, ഇതാണല്ലോ വർക്ക് എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക്. നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടേമിൽ, ഒന്നെങ്കിൽ ഈ ടേമിൽ ഇട്ട് കൊടുക്കാം, അല്ല എങ്കിൽ ഈ ടേമിൽ ഇട്ട് Wന്റെ എമ്മിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് ആ വർക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇക്വേഷൻ എങ്ങനെയാണ്, 2W plus 5M into 4 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ Wന്റെ വാല്യൂ നമുക്ക് 2 എന്നും കിട്ടിയിട്ടുണ്ട്, മെന്നിന്റെ വാല്യൂ 1 എന്നും കിട്ടിയിട്ടുണ്ട്, എമ്മിന്റെ വാല്യൂ. അപ്പൊ 2 ഇൻറ്റു W എത്രയാണ് 2 പ്ലസ് 5 ഇൻറ്റു എമ്മിന്റെ വാല്യൂ ഇപ്പോൾ 1 ആണ് ഇൻറ്റു 4 എന്ന് വരും. അപ്പൊ ഇത് എത്രയാ, ഈ 2 4 4 5 9 9 4 36. അപ്പൊ നമ്മുടെ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. അത് എത്രയാണ് 36
6 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു പുരുഷൻ ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചേക്കാണ്. അപ്പോ ആ ചോദ്യത്തിന്, അതായത് നമ്മളോട് ടൈം ആണ് ചോദിച്ചേക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാല് വർക്ക് ബൈ എഫിഷ്യൻസി ആയിരിക്കും. വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ വർക്ക് 36 കിട്ടിയിട്ടുണ്ട് ബൈ ഒരു പുരുഷന്റെ എഫിഷ്യൻസി. ഒരു പുരുഷന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് 1 വർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 men 1 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 മെന്നിന്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പൊ 36 by 1 36 ഡേയ്സ് ആയിരിക്കും ഒരു പുരുഷന് ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട സമയം. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയുക. ഞാൻ ഒന്നുകൂടെയും പറയാം. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ആദ്യം 2 എക്സ്പ്രഷൻ ഫോം ചെയ്യും. എക്സ്പ്രഷൻ ഫോം ചെയ്തതിന് ശേഷം അതിൽ നിന്നും മെന്നിന്റെയും വുമണിന്റെയും കറസ്പോണ്ടിങ് എഫിഷ്യൻസി കണ്ടുപിടിക്കും. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ഫസ്റ്റ് എക്സ്പ്രഷനിലെ 2 ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷന്റെ LHS ആക്കും. സെക്കൻഡ് എക്സ്പ്രഷനിലെ 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷന്റെ RHS ആക്കും. അതിനെ സോൾവ് ചെയ്ത് എമ്മും ഡബ്ല്യൂയും നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ വർക്ക് കണ്ടുപിടിക്കും. വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോം ചെയ്ത ഇക്വേഷന്റെ LHSലോ RHSലോ ആ എമ്മിന്റെയും ഡബ്ല്യുവിന്റെയും വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് വർക്കിന്റെ എക്സ്പ്രഷനും കിട്ടും. ഇനി നമുക്ക് ടൈം, ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കും. ആ ചോദ്യത്തിൽ ഏത് ടൈം ആണോ നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് എഫിഷ്യൻസി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. അപ്പൊ ടോട്ടൽ വർക്ക് നമുക്കുണ്ട്, ആ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഇതുപോലെ തന്നെ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം കൂടെ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് നിങ്ങളൊരു പലതവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ. നിങ്ങളത് ഒരു 2-3 തവണ ഇതൊന്ന് കേട്ട് നോക്കുക. എന്നിട്ടൊന്ന് തനിയെ ഈ ചോദ്യം എഴുതിയിട്ട് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ വീണ്ടും ഒന്ന് പ്ലേ ചെയ്യുക. എന്നിട്ട് തനിയെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതും ഡിഗ്രി ലെവൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ചോദ്യം ഒന്ന് നോക്കി. 3 women and 6 men can together finish an embroidery work in 5 days, while 4 women and 7 men can finish it in 4 days. The number of days taken by 1 woman alone to finish the work and also that taken by 1 man alone are respectively. ഇത് ഇച്ചിരി സമയം എടുക്കും ഈ ചോദ്യം ചെയ്തു വരാൻ. കാരണം രണ്ടും നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് മലയാളത്തിലേക്ക് മാറ്റി ഇത്രേ ഉള്ളൂ. 3 സ്ത്രീകളും 6 പുരുഷന്മാരും കൂടി ഒരു എംബ്രോയിഡറി വർക്ക് 5 ദിവസം കൊണ്ട് തീർക്കുന്നു. അതേ ജോലി 4 സ്ത്രീകളും 7 പുരുഷന്മാരും കൂടി ചേർന്ന് 4 ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ ഒരു വുമണിനും ഒരു പുരുഷനും അത് തനിയെ ചെയ്യാൻ എത്ര ദിവസം വേണമെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ. 3 women and 6 men together finish an embroidery work in 5 days, while 4 women and 7 men can finish it in 4 days. അങ്ങനെയാണ് എങ്കിൽ 1 വുമണിന് അത് എത്ര ദിവസം കൊണ്ട് തീർക്കാം, ഓൾസോ 1 മെന്നിന് എത്ര ദിവസം കൊണ്ട് തീർക്കാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഒരു ഇക്വേഷൻ ഫോം ചെയ്യാണ്. ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ അതിന്റെ LHS എന്ന് പറയുന്നത് ഈ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് LHSഉം ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് RHSഉം ഫോം ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 3W plus 6M into 5 is equal to 4W plus 7M into 4. സോൾവ് ചെയ്യാം. 5നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 15W plus 6 30M is equal to 16W plus 7 28M. ഇനി നമുക്ക് മെന്നെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. 30 മൈനസ് 28M കൂടെ വരുമ്പോൾ 2M is equal to 16 മൈനസ് 15. 15നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് 1W എന്നാവും. അപ്പൊ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് M/W എന്ന് പറഞ്ഞാൽ എന്തെന്ന് വരും? 1/2 എന്ന് വരും. ഇനി അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു റേഷ്യോ കിട്ടുമല്ലോ. അതെന്താണ്? M/W എന്ന് പറഞ്ഞാല്
1:2 എന്ന് കിട്ടും. അപ്പോൾ 1 മെന്നിന്റെ എഫിഷ്യൻസി 1ഉം 1 വുമണിന്റെ എഫിഷ്യൻസി 2ഉമാണെന്ന് നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്താ, എമ്മിന്റെയും ഡബ്ല്യുവിന്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക്, ഒന്നെങ്കിൽ ഇതിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക്, ഏതിലേക്കെങ്കിലും ഈ ഡബ്ല്യുവിന്റെ എമ്മിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് വർക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഡബ്ല്യുവിന്റെ വാല്യൂ 2ഉം മെന്നിന്റെ വാല്യൂ എമ്മിന്റെ വാല്യൂ 1ഉം ആണ്. അപ്പൊ നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ 3 × 2 + 6 × 1 × 5 എന്ന് പറയുമ്പോൾ എന്തുവരും? 3 × 2 6, 6 + 6 12, 12 × 5 60 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കും. 1 മെന്നും 1 വുമണും 1 മെന്നും എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1 വുമണിന്റെ ആദ്യം എടുക്കാം. 1 വുമണിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. അപ്പൊ നമുക്ക് ആദ്യം 1 വുമണിന്റെ നോക്കാം. 1 വുമണിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? വുമണിന്റെ എഫിഷ്യൻസി 2 ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വുമണിന്റെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. അപ്പോ ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി, വർക്ക് 60 ആണ് ബൈ എഫിഷ്യൻസി 2 വിച്ച് ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. അപ്പൊ വുമണിന് വേണ്ട ദിവസം എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 1 മെന്നിന്റെ നോക്കാം. 1 മെന്നിനും സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് എത്രയാണ്? 60 ആണ്. മെന്നിന്റെ എഫിഷ്യൻസി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു, അത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുത്തു. അപ്പൊ 60/1 60 എന്ന്, അതായത് മെന്നിന് 60 ഡേയ്സ് വേണ്ടി വരും ഈ ജോലി തീർക്കാനായിട്ട്. അപ്പോൾ 30 ആൻഡ് 60 ഇതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരിത്തിരി മനസ്സിലാക്കി എടുക്കാൻ ഒത്തിരി സമയം എടുക്കുന്നുള്ളൂ. പക്ഷെ ഇത് പല തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പീഡിന് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. കുറെ തവണ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC Voyagerൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പോൾ രൂപത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC Voyagerൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിന്റെ PDF നോട്ടും പോൾ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമന്റും നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതിനുള്ള വളരെ വലിയൊരു പ്രചോദനമാണ്. അപ്പോൾ നമുക്ക് ഈ PYQ സീരീസ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ചാനൽ ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്